സഹോദരൻ, കഴിഞ്ഞ ദിവസം മുട്ടുമാറ്റിയ ഒരാൾ, സാധാരണ മുട്ടുമാറ്റി കഴിഞ്ഞാൽ പേഷ്യൻസ് ഉറങ്ങൂല. ഒരു മേജർ സർജറി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം ആളുകൾക്ക് പൊതുവെ ഉറക്കം കുറവായിരിക്കും. അത് നമ്മളെ കിതാബിലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ചാർജ് ആക്കുമ്പോൾ ചെറിയ ഉറക്കത്തിന് ഗുളിക കൊടുക്കും. പിന്നെ ആളുകളോട് പൊതുവെ പറയും, ഇപ്പം ഞാൻ മുട്ടി മാറ്റുന്നത് കൊണ്ട് സാധാരണ മുട്ടുമാറ്റിയാൽ ഒരാൾക്ക് ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തുടക്കത്തിലെ ഡിസ്ചാർജ് ആക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ പിന്നെയുള്ള കോളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മറ്റേത് ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ട്, ഇപ്പം ഞാൻ ഡിസ്ചാർജ് ആക്കുമ്പോൾ ആദ്യം പറയും, എന്ത് കാലിൻ്റെ പുറം ഭാഗത്ത് മരവിപ്പുണ്ടാവും, ഉൾഭാഗത്ത് ചെറിയ കുത്തലുണ്ടാവും, തൊടൻ്റെ ഭാഗത്തൊക്കെ ചെറിയ നിറമാറ്റം വരും, കാലിന് ചെറിയ നീരുണ്ടാവും, ഉറക്കക്കുറവ് നന്നായിട്ടുണ്ടാവും, ഭക്ഷണത്തോട് തീരെ താല്പര്യം ഉണ്ടാവില്ല, ഇടയ്ക്ക് ചെയ്യേണ്ടില്ലേനും എന്നൊക്കെ തോന്നും. അതൊക്കെ പറഞ്ഞാൽ എന്താ അറിയോ, ആളുകൾക്ക് ഭയങ്കര സമാധാനമാണ്. അതൊക്കെ ഡോക്ടർ പറഞ്ഞാണല്ലോ അല്ലേ, എന്നാലും വരും ആൾക്കാർ കാണിക്കാം. നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഉള്ളു ഡോക്ടർ, എന്നാലും നിങ്ങളെ കാണാൻ വന്നാണ് അറിയും. അപ്പം അങ്ങനെ ഉറക്കക്കുറവ് സാധാരണ ഉണ്ടാവും. അപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നിട്ട് അയാൾ തീരെ ഉറങ്ങണില്ല. അപ്പം നമ്മൾ സാധാരണ ഉറങ്ങില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കൊടുക്കുന്ന മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കൊടുത്തു, എന്നിട്ടും ഉറങ്ങില്ല. അപ്പോൾ ഇതിൻ്റെ ഭാര്യ ഉണ്ട്, ഇയാൾ ആണാണ്. അപ്പോൾ ഇയാളുടെ ഭാര്യൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് രഹസ്യമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല ഡോക്ടറെ, ഇത് ഉറങ്ങണമെന്നല്ല. രാത്രി മുഴുവൻ മനുഷ്യൻ ഇങ്ങനെ കുത്തിരിക്കണം. കുറേ ദിക്റും സലാത്തൊക്കെ ചൊല്ലി ഞാനും ഒപ്പം കുത്തിരിക്കും. പിന്നെ നമുക്ക് പകല് പണിയില്ലല്ലേ, നമ്മൾ ഉറങ്ങിപ്പോവും. എത്ര വെച്ചിട്ടാ ഒരാളെങ്ങനെ കുത്തിരിക്കും? അതുകൊണ്ട് അയാൾ ഉറക്കേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു മൂപ്പരോട്, അല്ല ഇയാൾ ഉറങ്ങാതെക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ ചോദിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടുന്നുണ്ടോ ചോദിച്ചു. സാധാരണ ആൾക്കാർ ഉറക്കക്കുറവുണ്ടാവും, എന്നാലും തീരെ ഉറങ്ങില്ല എന്ന് പറയുമ്പോൾ. അപ്പൊ അമ്മ പറഞ്ഞൊരു മറുപടി സഹോദരൻ നമ്മളെല്ലാവരും കേൾക്കണം. ആ സ്ത്രീ പറഞ്ഞാൽ എന്താ അറിയോ, എനിക്ക് ആലോചിച്ചിട്ടൊരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. മൂപ്പര് കുറേ കാലമായിട്ട് മൂപ്പർക്ക് ഒരു ശീലമുണ്ട്. മൂപ്പരൊരു സുബയാൻ കൊടുക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പ് നീക്കും. എന്നിട്ട് മൂപ്പര് കുറെ നിസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1/2 മണിക്കൂർ മുമ്പ് മൂപ്പര് ഖബർസ്ഥാനിക്ക് പോകും. വാപ്പാൻ്റെ ഇമ്മാൻ്റെ ഖബറിന്റെ ദ്വാരക്കും. മൂപ്പര് ആ ഖബർമ നിൽക്കുന്ന നേരത്താണ് ബാങ്ക് കൊടുക്കുക. അത് കൊല്ലങ്ങളായി മൂപ്പര് ചെയ്തു വരുന്നൊരു കാര്യമാണ്. അതിപ്പം മുടങ്ങിക്കിടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, ആരാണ് ഇതിന് പ്രതിഫലം നൽകുക? ആർക്ക് പ്രതിഫലം നൽകാൻ പറ്റും സഹോദരങ്ങളെ ഇതിന്? സ്വന്തം മരിച്ചുപോയ മാതാപിതാക്കൾ, ജീവിക്കുമ്പോൾ തന്നെ അവിടെ മാപ്പാനിമാനെ നോക്കാൻ ആൾക്കാർക്ക് താപിക്കുന്ന മരിച്ചുപോയ മാതാപിതാക്കളെ ഖബറിന്റെ അടുത്ത് സുബൈന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന നേരത്ത് അവിടെ വന്ന് പ്രാർത്ഥിക്കാം. ആ ഖബറിന് നിൽക്കുമ്പോഴാണ് അത്ര സുബയാൻ കൊടുക്കുക. അത് മുടങ്ങിയിട്ട് ഉറക്കം വരാതിരിക്കുക. ആ സ്നേഹത്തിന് ആര് പ്രതിഫലം നൽകും? അതാണ് മാലിക് യൗമിദ്ദീൻ. ഇതൊന്നും വെറുതെയല്ല സഹോദരങ്ങളെ. മാതാപിതാക്കളോടുള്ള സ്നേഹമാണ് ഇത് കാണിക്കുന്നത്.